നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് 2025 സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. 22-ന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ലെവലിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയാണ് നേരിടുന്നത്. സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസ് ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് ഇറങ്ങുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാന്റെ ആദ്യ മത്സരം. രാജസ്ഥാൻ വിജയത്തുടക്കം പ്രതീക്ഷിക്കുന്നവരാണ് എല്ലാവരും. ഇത്തവണ വലിയ മാറ്റങ്ങളോടെയാണ് രാജസ്ഥാന്റെ വരവ്. ജോസ് ബട്ട്ലർ, ആർ അശ്വിൻ, ട്രെന്റ് ബോൾട്ട, യുസ്വേന്ദ്ര ചഹാൽ എന്നിവരെല്ലാം പോയതിന്റെ വിടവ് നികത്താൻ യുവ പ്രതിഭകളെയാണ് രാജസ്ഥാൻ കണ്ടെത്തിയിരിക്കുന്നത്. രാഹുൽ ദ്രാവിഡിനെ പരിശീലക സ്ഥാനത്തേക്കും രാജസ്ഥാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഇത്തവണ കപ്പ് നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ രാജസ്ഥാന് മുന്നിൽ ഉള്ളൂ. എന്നാൽ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദിനോട് തോൽക്കാനായിരിക്കും സാധ്യത കൂടുതൽ. ഇത് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കൈവിരലിന് പൊട്ടലേറ്റ് വിശ്രമത്തിലുള്ള സഞ്ജു സാംസൺ ആദ്യ മത്സരം കളിക്കാൻ സാധ്യതയില്ല. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിന്റെ അഭാവം ടീമിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ക്യാപ്റ്റൻ എന്ന നിലയിലെ സഞ്ജുവിന്റെ അഭാവത്തെക്കാൾ കൂടുതൽ ബാറ്റർ എന്ന നിലയിലെ സഞ്ജുവിന്റെ അഭാവം ടീമിന് വലിയ തിരിച്ചടിയായിരിക്കും നൽകാൻ പോകുന്നത്. വലിയ ബാറ്റിംഗ് കരുത്ത് രാജസ്ഥാന് അവകാശപ്പെടാമെങ്കിലും സീനിയർ താരങ്ങളുടെ അഭാവം ടീമിലുണ്ട്. ജോസ് ബട്ട്ലറെ കൈവിട്ടപ്പോൾ ആ സ്ഥാനത്തേക്ക് സീനിയർ താരത്തെ കൊണ്ടുവരാനായിട്ടില്ല. സഞ്ജു സാംസന്റെ അഭാവത്തിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ടും വലിയ തലവേദനയായിരിക്കുകയാണ്. യശസ്വി ജയ്സ്വാളിനൊപ്പം യുവതാരം വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കാൻ രാജസ്ഥാൻ നിർബന്ധിതരായിരിക്കുകയാണ്. മികച്ച ബാക്കപ്പ് ഓപ്പണർമാരെ കൊണ്ടുവരാൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല. വിശ്വസ്തരായ താരങ്ങളുടെ അഭാവം രാജസ്ഥാനിലുണ്ട്. ഇത് ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെ പിന്നോട്ടടിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് തന്നെ പറയാം. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്തവണയും സന്തുലിതമായ ടീമാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും കരുത്തുറ്റ താരങ്ങൾ ഹൈദരാബാദിനുണ്ട്. അവസാന സീസണിലെ ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഹൈദരാബാദിൽ വന്നിട്ടില്ല. ഹെൻറിച്ച് ക്ലാസൻ, ട്രാവിസ് ഹെഡ, ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, പാറ്റ് കമ്മിൻസ്, മുഹമ്മദ് ഷമി എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ഹൈദരാബാദ് രാജസ്ഥാനേക്കാൾ കരുത്തരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാജസ്ഥാൻ റോയൽസിനേക്കാൾ മികച്ച ബാറ്റർമാരുടെ നിരയാണ് ഹൈദരാബാദിനുള്ളത്. യശസ്വി ജയ്സ്വാളിനെയാണ് അയൽപ്പം വിശ്വസിക്കാൻ സാധിക്കുന്നത്. സഞ്ജുവിന്റെ അഭാവത്തിൽ നിതീഷ് റാണ മികവ് കാട്ടേണ്ടതായിട്ടുണ്ട്. റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ, ഷിംറോൺ ഹെറ്റ്മെയർ എന്നിവരൊന്നും സ്ഥിരതയോടെ മിന്നിക്കുന്നവരും അല്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന കാര്യം നിസ്സംശയം പറയാം. രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് നിര അത്ര മികച്ച ഫോമിലല്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. ടീം പ്രധാന പേസറായി കാണുന്ന ജോഫ്ര ആർച്ചറെയാണ്. അതിവേഗ പേസറായ ആർച്ചർ സമീപകാലത്തെ മത്സരങ്ങളിലെല്ലാം നന്നായി തല്ലുവാങ്ങി കൂട്ടുന്നുണ്ട്. ശ്രീലങ്കക്കാരനായ മഹേഷ് തീക്ഷ്ണയെ കൊണ്ടുവന്നത് മികച്ച നീക്കം തന്നെയാണ്. എന്നാൽ വനന്തു ഹസരംഗയുടെ പ്രകടനം കണ്ടറിയേണ്ടതാണ്. CSKയിൽ തിളങ്ങിയെങ്കിലും തുഷാർ ദേശ്പാണ്ഡെയും വിശ്വസിക്കാനാകില്ല. ഇതെല്ലാം രാജസ്ഥാന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമല്ല എന്ന് തന്നെ പറയാം. എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത് സഞ്ജു ഇറങ്ങുമോ ഇല്ലയോ എന്നതാണ്. സഞ്ജുവിന്റെ കൈവിരലിന് പൊട്ടലേറ്റു. അതുകൊണ്ട് തന്നെ ഗ്ലൗസ് അടക്കം അണിയാൻ പാടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന സഞ്ജു സാംസണെയാണ്. തുടക്ക മത്സരങ്ങളിൽ രാജസ്ഥാന് വേണ്ടി തീമഴ പെയ്യിക്കുന്ന താരം കൂടിയാണ് സഞ്ജു. നമ്മൾ പോയ വർഷങ്ങളിലും കണ്ടതാണ്. അർദ്ധ സെഞ്ചുറിയും ഒക്കെയായി സഞ്ജു ആദ്യ മത്സരങ്ങളിൽ തകർത്തിരുന്നു. അതേസമയം വീണ്ടും ഒരു IPL മത്സരത്തിനായി ടീം തയ്യാറാകുമ്പോൾ അതിൽ സഞ്ജു ഇല്ല എങ്കിൽ അത് ടീമിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.